ആലത്തൂർ വാർത്തകൾ വായിക്കുന്നത് സുബിൻ ശരീഫ് തുന്നിലാപുരം. ഇന്ന് ഞായറാഴ്ച മെയ് മാസം 10, മാടമാസം 27, ദുൽഖഅദ് 22 വരുന്നത്. UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിനെ ഇതുവരെ തിരഞ്ഞെടുത്തിട്ടില്ല. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ജനങ്ങൾക്ക് ഇഷ്ടം VD സതീശനെയാണ്. എന്നാൽ സീനിയോറിറ്റി നോക്കുമ്പോൾ തലമൂത്താൾ എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയെ പരിഗണിക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ ഈ പാർട്ടിനെയൊക്കെ ഏകോപിപ്പിച്ച് നിർത്തുന്ന KC വേണുഗോപാലിനെയും തള്ളിക്കളയാൻ പറ്റില്ല. ആകെ അങ്കലാപ്പിലാണ് ഹൈക്കമാൻഡ്. ആരിനെയും പണക്കാനും ആരിനെയും കണക്കാനും പറ്റാത്ത ഗതികേടിലാണ് ഇപ്പോൾ ഹൈക്കമാൻഡ്. അതിൻ്റെ ഇടയ്ക്ക് കോട്ടയത്ത് VD സതീശനെ മുഖ്യമന്ത്രി ആക്കണം പറഞ്ഞിട്ട് മേലെക്കൂടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിക്കാൻ ഒരാൾ ശ്രമിച്ചു. അതിനെ തുടർന്ന് ആകെ പ്രതിഷേധമായി. ചിലർ മണ്ണിൽ കിടന്ന് ഉരുണ്ട് സൈന പ്രദർശനം നടത്തുന്നുണ്ടെന്നും പറയുന്നത് കേട്ടു. എന്താണെങ്കിലും തീരുമാനം 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ മൂത്ത നേതാവ് ഗാർഗിൽ പറയുന്ന ആളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വിജയ് എന്ന സിനിമാ നടൻ തന്നെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആളുടെ ഗണ്ണം തയ്ക്കാൻ പാടുപെട്ടു. കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ അന്നേ മുഖ്യമന്ത്രി ആകുമായിരുന്നു. കോൺഗ്രസിൻ്റെ കുറച്ച് MLA-മാരിന് മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ 3-4 കിട്ടി. ലീഗിൽ നിന്നും കുറച്ച് കിട്ടി. അങ്ങനെ ഒപ്പിച്ചു എണ്ണം കൊണ്ടൊക്കെ. അങ്ങനെ അധികാരത്തിൽ വരാൻ വേണ്ടി സത്യപ്രതിജ്ഞ ചെയ്തു. നല്ല ഭരണം കാഴ്ചവെക്കും എന്നാണ് വിജയൻ പറയുന്നത്. ഇനി സിനിമയിലൊന്നും തൽക്കാലം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടിൽ മാങ്ങയ്ക്കും തേങ്ങയ്ക്കും ഒരുപാട് വില കമ്മിയായി. പല വീടുകളിലും നല്ല മുതുക്കാച്ചിയ മാങ്ങകൾ ഉണ്ടായിട്ടും വലിച്ച് തിന്നാനുള്ള യോഗമില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. വെറുതെ ആവൽ ചാതി തിന്നിട്ട് വീണ് പോയിട്ട് ഇനി അത് തിന്നിട്ട് വല്ല വവ്വാൽ പനിയോ പക്ഷിപ്പനിയോ വന്നാലോ നിപ്പ വന്നാലോ എന്ന് പേടിച്ചിട്ട് അതിൻ്റെ ഒരു പൂള് പോലും തിന്നാൻ അവർ പേടിക്കുകയാണ്. തേങ്ങയ്ക്കും പുസ്കന് വില കമ്മിയായിട്ടുണ്ട്. 60-70 ഉറുപ്പ്യൊക്കെ ഉണ്ടായിരുന്ന സാധനത്ത് ഇപ്പോൾ 38-40 ഉറുപ്പ്യക്കാണ് വാങ്ങുന്നതെന്നാണ് പീടികക്കാർ പറയുന്നത്. പല തേങ്ങകളും കണ്ണളിഞ്ഞിട്ട് ഊളയായിട്ടും വലിച്ചെറിയേണ്ട ഗതികേടാണെന്ന് പറയുന്നുണ്ട്. മാങ്ങ പല ആൾക്കാരും കോയമ്പത്തൂർ ഭാഗത്തേക്ക് കയറ്റിവിട്ടു. അപ്പോൾ അതൊന്നും പോണില്ല എന്നാണ് പറയുന്നത്. നാട്ടിൽ തന്നെ കിട്ടിയ വിലയ്ക്ക് വിറ്റ് ഒഴിവാക്കുകയാണ് പല ആൾക്കാരും. അതിന് ശേഷം മരത്തിൻ്റെ മേലെ പൊത്തിപ്പിടിച്ച് കയറി വലിച്ചു കൊടുക്കാൻ പോലും ആളില്ല. കൂലി തരാൻ പറഞ്ഞിട്ടും കേൾക്കണില്ല ആൾക്കാർ എന്നാണ് പറയുന്നത്. ആലത്തൂർ ഉമ്മർ മേഷിൻ്റെ മകന് യാസിർ പറയുന്ന ചെക്കൻ്റെ കല്യാണം ഇന്നലെ ഗംഭീരമായിട്ട് നടന്നു. പെൺകുട്ടി ഫർസാന എന്ന് പറയുന്ന കുട്ടിയാണ്. കല്ലടിക്കോട് കോങ്ങാട് ഭാഗത്ത് ഉള്ള ഒരു കല്യാണ മണ്ഡപത്തിൽ ഗംഭീരമായിട്ട് നടന്നു. നിറച്ചു ആൾക്കാരൊക്കെ പങ്കെടുത്തു. സുന്നി നേതാവായ ഖലീൽ ബുഖാരി തങ്ങളെന്ന പ്രമുഖ പണ്ഡിതനാണ് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചത്. അവർ കൈപിടിച്ചു കൊടുത്തു, നിക്കാഹ് നടത്തി. ഇങ്ങനെ ഗംഭീരമായിട്ട് കല്യാണം നടന്നു. നിറച്ചു ആൾക്കാരൊക്കെ പങ്കെടുത്ത കല്യാണത്തിൽ ആഹാര വിഭവങ്ങളൊക്കെ വളരെ സ്വാദുള്ളതായിരുന്നു. കുറച്ച് പേർക്ക് കിട്ടിയില്ല എന്ന് പറയുന്നത് കേട്ടു. തിരക്ക് കാരണമോ ആഹാര പദാർത്ഥങ്ങൾ കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല. അതിൻ്റെ ഇടയിൽ കൂടെ 5 വയസ്സുള്ളൊരു പെൺകുട്ടി ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയിൽ നാട്ടോത്തി മറിഞ്ഞിട്ട് ചെവിൻ്റെ ഒരു ഭാഗത്തിൽ ലേശം കീറി പരിക്ക് പറ്റിയത് കണ്ടു നിന്നവർക്ക് സങ്കടമായി. പെട്ടെന്ന് തന്നെ കിട്ടിയ കാറിൽ എടുത്ത് ആ കുട്ടീനെ അടുത്തുള്ള ആശുപത്രി കൊണ്ടുപോയിട്ട് സ്റ്റിച്ചിട്ടു, തുന്നലിട്ടു എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ കല്ലൂർ ജമാഅത്ത് ഇസ്ലാമിൻ്റെ മുഖ്യ പണ്ഡിതനായ മൂസ ഉമരി പറയുന്നവൻ്റെ മകൻ്റെ കല്യാണം കളവുമുക്ക്
കളരിക്കൽ കൺവെൻഷൻ സെൻറ്റർ എന്ന കല്യാണ മണ്ഡപത്തിൽ ഗംഭീരമായി നടന്നു. നിറച്ചു ആൾക്കാരൊക്കെ പങ്കെടുത്തു. എല്ലാവരും വൈറ് നിറയെ ചോറ് നിന്നിട്ടാണ് പോയത്. ആലത്തൂർ നല്ല കൊടുമയായ മഴ പെയ്തു ഇന്നലെ. എവിടെ നോക്കിയാലും ചളിക്കുണ്ട് പോലെയായിട്ട് കിടക്കുകയാണ്. ഇന്ന് വെക്കാനുണ്ടെങ്കിൽ മാത്രമേ ആ വെള്ളമൊക്കെ വലിഞ്ഞ് വെടുപ്പാകുള്ളൂ എന്നാണ് ആൾക്കാർ പറയുന്നത്. ആൾ വിളുന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. വഴി കൂടെ നടക്കാൻ പറ്റുന്ന പുഴകളിലൊക്കെ അത്യാവശ്യം വെള്ളം വന്നുകൂടിയിട്ടുണ്ട്. ആലത്തൂർ ബൊമ്മണ്ണൂർ പുഴപ്പാലത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായില്ല. വെൽഫെയർ പാർട്ടിയും അതുപോലെയുള്ള നല്ല സംഘടനകളും സ്ഥിരമായിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അപകടാവസ്ഥയിലാണ് നമ്മുടെ പാലം. അടിയിലൊക്കെ സിമൻറ്റിൻ്റെ പാളികളൊക്കെ പൊളിഞ്ഞു വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. കൊടുമയായ ഭാരമുള്ള വലിയ ലോറികൾ പാറയും മണ്ണും കൊണ്ടുപോയിട്ട് അതിന് സംഭവിച്ചാണെന്നൊക്കെയാണ് പറയുന്നത്. എത്രയും പെട്ടെന്ന് അത് പുതുക്കി പണിയേ ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു വരുന്നുണ്ട്. റോഡിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ കുണ്ടും കുഴിയും കാരണം വണ്ടിയും വാഹനമൊക്കെ തെറിച്ച് വീഴുന്നതുണ്ടായിരുന്നു. പറഞ്ഞപ്പോൾ എങ്ങനെയൊക്കെ ടാറ് പൂസിയിട്ട് ഒരുവിധം അവിടെ റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ആലത്തൂർ അങ്ങാടിൻ്റെ ഉള്ളിൽ കൂടെ ആകെ 4 KSRTC ബസ് മാത്രമേ ഓടുന്നുള്ളൂ. ഹൈവേ വഴിക്ക് പോകണ പല വണ്ടികളും താലൂക്ക് ആസ്ഥാനമായിട്ട് പോലും ആലത്തൂർ അങ്ങാടിയിൽ കൂടെ കയറി പോകണില്ല. ഒക്കെ സോതക്കൊട്ടായിൻ്റെ അവിടെ നിർത്തിയിട്ട് ആളുടെ ഇറക്കിയും കയറ്റി പോവുകയാണ്. അവിടെ ഒന്ന് 2 കാലം നിർത്തിയിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യം പോലും ഇല്ല. മേൽപ്പാലം പണി കാരണം പാതൻ്റെ ഉയരത്ത് വെയിലും മഴയും കൊണ്ട് ജനങ്ങൾ നിന്ന് വിസർക്കുകയാണെന്നാണ് പറയുന്നത്. വല്ലാത്തൊരു അവസ്ഥയിലോട്ടാണ് മേൽപ്പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നത്. പകരം സംവിധാനങ്ങൾ നിർത്തിയിട്ടില്ല, ഒന്നും ചെയ്തു തന്നിട്ടില്ല ഗവൺമെൻറ്. ആൾക്കാർ ഒരുപാട് നേരം നിൽക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആട്ടോക്കാർക്കും സ്വൈര്യമില്ലാണ്ടായിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ട് അവർക്കും നേരെ ഓട്ടം കിട്ടണില്ല. എന്തൊക്കെയാണെങ്കിലും ആലത്തൂർ KSRTC ബസ് സ്റ്റാൻഡ് വേണമെന്നാണ് ജനങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഇതിൽ കൂടെ പോണത് ഒന്ന് ഗുരുവായൂർക്കുമാണ് ഒരു KSRTCയും കൂത്താമ്പുള്ളി പുതിയ പാലം വഴി പോണ ഒറ്റപ്പാലത്തേക്കുള്ള പുതിയ KSRTC ബസ്സും ഒന്ന് തോണിപ്പാടത്തുനിന്ന് പാലക്കാട്ടേക്ക് പോണതും പൊള്ളാച്ചിക്ക് പോണ തൃശ്ശൂർ ബസ് മാത്രമാണ് ആലത്തൂർ ടൗണിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. അതിലാണെങ്കിൽ നല്ല തിരക്കുമുണ്ട്. അതുപോലെ വേറെ പല ഭാഗത്തുനിന്നും വരുന്നതും പോകണമായിട്ടുള്ള ആലത്തൂരിൻ്റെ ഉള്ളിൽ കൂടെ ബസ്സുകൾ പോകണമെന്നാണ് യാത്രക്കാർ പറയുന്നത്. 7 മണി കഴിഞ്ഞാൽ മോന്തിയതിന് ശേഷം ബസ്സുകളൊന്നും ഇതിൽ കൂടെ പോകണില്ല. പല ബസ്സുകളും വടക്കഞ്ചേരിയിൽ ഓട്ടം നിർത്തുകയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ആലത്തൂർ MLA TN ശശിക്ക് സ്വീകരണം നൽകി. പാർട്ടി നോക്കാണ്ട് ജനങ്ങൾക്ക് വേണ്ടി എന്ത് സേവനവും ചെയ്യുന്നതാണ് ശശി പറഞ്ഞു വരുന്നത്. ജയിപ്പിച്ച ജനങ്ങളോട് അവർ നന്ദിയും കടപ്പാടും പറഞ്ഞു. തിന്ന ചോറിന് നന്ദി ഉണ്ടാവുമെന്ന് മൂപ്പര് പറയാൻ മറന്നില്ല. ഹൈവേൻ്റെ മേൽപ്പാലം പണി ധൃതിയിൽ നടക്കുന്നുണ്ട്. അപ്പുറം ഇപ്പുറം മണ്ണ് പൊട്ടിയിട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി അടിയത്തെ ഓട്ട തുറന്നു വിട്ടാൽ ജനങ്ങൾക്ക് പെരുങ്കുളം നമ്മാറ ഭാഗത്തേക്ക് എളുപ്പത്തിൽ പോയി വരാൻ പറ്റുമെന്ന് പറയുന്നു. ഇപ്പോൾ റോട്ടിൻ്റെ അപ്പുറത്തുള്ള കല്യാണ മണ്ഡപത്തേക്കാണെങ്കിലും പഞ്ചായത്തേക്കാണെങ്കിലും കിണ്ടിമുക്ക് ആടിപ്പാതിലൂടെ കയറി വളഞ്ഞ് മൂക്ക് പിടിക്കേണ്ട അവസ്ഥയാണ്. ഒരുപാട് ദൂരം വണ്ടി ഓട്ടിക്കേണ്ട ഗതികേടാണ്. പാതയാണെങ്കിൽ കുണ്ടും കുഴിയും നിറഞ്ഞതാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് ഹൈവേ വികസന സമിതി പറഞ്ഞിട്ടുണ്ടായിരുന്നു.